ഇവിടെ 2 ഗ്രൂപ്പുകാർ കൂടെ ചേർന്നിട്ട് ഫൈറ്റ് നടക്കുന്നുണ്ട്. ആ ഫൈറ്റിൻ്റെ ഇടയിൽ ഇവൻ്റെ ബോയ് ഫ്രണ്ടിനെയാണെങ്കിൽ ഇവൻ്റെ പെറ്റായിട്ടുള്ള ഒരു പാമ്പ് കഴുത്ത് മുഴുവനുമായിട്ട് ചുറ്റി എടുക്കുകയാണ്. ഇവൻ്റെ കഴുത്തിൽ മുഴുവനും പാമ്പ് ചുറ്റി മുറുക്കി വലിക്കുന്നുണ്ട്. ഇപ്പം മാക്സിമം ആ പാമ്പിനെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും കുറച്ച് കഴിഞ്ഞ് പാമ്പ് ആ മുറുക്കം സ്ട്രോങ് ആക്കുകയാണ്. അവന് ഒട്ടും അനങ്ങാൻ പറ്റാത്തൊരു അവസ്ഥ വരാണ്. കുറേയൊക്കെ പറഞ്ഞ് നോക്കിയെങ്കിലും ആ പാമ്പ് ഒട്ടും തന്നെ പിടിവിടുന്നില്ലായിരുന്നു. അപ്പോൾ അവൻ്റെ കൂടെ ഉള്ളവരൊക്കെ പറയുന്നുണ്ട് ആ പാമ്പിനെ കൊല്ലാനായിട്ട്. പക്ഷേ അവൻ ഒരുപാട് സ്നേഹിച്ച് വളർത്തുന്ന പെറ്റാണത്. എൻ്റെ എക്സ് ബോയ് ഫ്രണ്ട് ഇവന് പ്രസൻറ്റ് ചെയ്ത ഗിഫ്റ്റാണിത്. അതുകൊണ്ട് തന്നെ അവൻ ഒരുപാട് സ്നേഹത്തോടെയാണ് ഈ പാമ്പിനെ വളർത്തിയത്. അതുകൊണ്ട് അവന് കൊല്ലാൻ മനസ്സ് വരുന്നില്ലെങ്കിലും ഇവ ഇങ്ങനെ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ അവന് വേറെ വഴിയില്ലാതെ ഇവ കൊല്ലാണ്. അങ്ങനെ പാമ്പിനെ കൊന്നിട്ട് ഇവൻ ആ പയ്യനെ ഫ്രീ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവനെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ഓടാണ്. ആ പാമ്പിനെ കൊന്നത് ആലോചിച്ചിട്ട് ഇവന് വല്ലാത്ത വിഷമം വരുന്നുണ്ട്. ഇവന് നല്ല സങ്കടം വരെയാണ്. അവൻ്റെ പഴയ എക്സ് ബോയ് ഫ്രണ്ടുമായിട്ടുള്ള മൂവ്മെൻറ്റൊക്കെ അവൻ ആലോചിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ ഇവന് വയ്യാത്തത് ആലോചിച്ച് ഇവന് സങ്കടമുണ്ട്. അങ്ങനെ ഡോക്ടർ ഒന്ന് പറയുന്നുണ്ട് അവൻ്റെ കണ്ടീഷനൊക്കെ ഇപ്പോൾ സ്റ്റേബിളാണ്, നിങ്ങൾക്ക് പോയി അവനെ കാണാമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അന്നത്തെ രാത്രി മുഴുവനും ഉറങ്ങാതെ ഇവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു ഇവൻ. അങ്ങനെ ഒടുവിൽ കുറേ നേരം കഴിയുമ്പോൾ ഇവന് ബോധമൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഡോക്ടർ വന്നിട്ട് ഇവനെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് ഇവൻ്റെ ഫ്രണ്ട് വരുമ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇവന് ബോധം വരാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ സംസാരിച്ചിരിക്കുന്നുണ്ട്. അപ്പോഴാണ് ഈ പാമ്പിൻ്റെ കാര്യമൊക്കെ ഇവ അറിയുന്നത്, പാമ്പ് മരിച്ചെന്നുള്ള കാര്യമൊക്കെ. താങ്ക് യു.